റിപ്പോർട്ടിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനുവജി. മേഖല ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പൂതൻകുറ്റി ജംഗ്ഷനിൽ പ്രതിഷേധ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. റോഡ് നിർമ്മാണത്തിലെ അപാകത കാരണം മരണപ്പെട്ട ലിജീഷിന്റെ കുടുംബത്തിന് കരാറുകാരനും ഉദ്യോഗസ്ഥരും നഷ്ടപരിഹാരം നൽകുക, ലിജീഷിന്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുക, റോഡ് പണിയിലെ മെല്ലെപ്പോക്ക് നയം തിരുത്തുക, അശാസ്ത്രീയമായ റോഡ് പണി മൂലം കൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിവൈഎഫ്ഐ നടത്തിയ പ്രതിഷേധ സായാഹ്ന ധർണ സഖാവ് റോജിസ് മുണ്ടപ്ലാക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ നാടിനെ നടുക്കിയാൽ ദാരുണമായിട്ടുള്ള അപകടം. ആ അപകടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മോടൊപ്പം ഇത്രയും നാൾ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിന്റെ ആകെ അത്താണിയായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അതിലൊരു കേവലം ഒരു അപകട മരണം എന്ന് കാണാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ കരയാമ്പറമ്പ് മൂക്കന്നൂർ റോഡിന്റെ വർക്കുമായി ബന്ധപ്പെട്ട് ആ വർക്കിൽ ഉണ്ടായിട്ടുള്ള അനാസ്ഥ, യഥാവിധി ആ റോഡ് നിർമ്മാണത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെ സമയബന്ധിതമായ വർക്ക് പൂർത്തിയാക്കാതെ ഇത്തരത്തിൽ നിരുത്തരവാദപരമായി ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഈ ചെറുപ്പക്കാരന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയി. ഡിവൈഎഫ്ഐ നിരവധിയായ സമരങ്ങൾ ഏറ്റെടുക്കുന്ന സംഘടനയാണ്. അതിനകത്ത് രാഷ്ട്രീയമുണ്ടാവും. ഈ നാടിനകത്തെ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും ഞങ്ങൾ ഏറ്റെടുക്കുന്ന സമരങ്ങൾക്ക്, ഞങ്ങൾ ഏറ്റെടുക്കുന്ന പ്രതിഷേധങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഇവിടെ ഈ പ്രതിഷേധ സായാഹ്ന ധർണയ്ക്ക് അതിനാധാരമായിട്ടുള്ളത് തീർച്ചയായും കാരുണ്യവും കരുതലും മാത്രമാണ്. നമുക്കറിയാം, ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ തികഞ്ഞ അനാസ്ഥ നഷ്ടപ്പെടും. അപ്പൊ ആ അനാസ്ഥയുടെ ഭാഗമായി അങ്ങനെ ഒരു അപകടമരണം നടന്നിട്ടുണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരന് ന്യായമായും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ലഭിക്കേണ്ടതായ സമാശ്വാസം ലഭിക്കേണ്ടതുണ്ട്. പക്ഷെ നമുക്കറിയാം, നമ്മുടെ നാടിനകത്ത് കുറെ നൂലാമാലകളുണ്ട്. നിയമപരമായിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരുപാട് നൂലാമാലകളുണ്ട്. അതൊക്കെ പൂർത്തിയാക്കിയിട്ട് വേണം അത്തരം കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ. അപ്പോൾ സാങ്കേതികമായ ഒരുപാട് തടസ്സങ്ങളും ന്യായീകരണങ്ങളും ഒക്കെ അതിന്റെ ഭാഗമായി പറയാൻ കഴിയും. അങ്ങനെ ആ കുടുംബത്തിന് നീതി നിഷേധിക്കപ്പെട്ടുകൂടാ എന്ന് ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിൽ ഈ സമരത്തെ ഏറ്റെടുക്കുന്നത്. രാഷ്ട്രീയമായി ഏറ്റെടുക്കുകയും അതിന്റെ പ്രതിഷേധങ്ങൾ നാടിലാകെ ഉയർന്നു വരികയും ചെയ്താലാണ് ഈ ചെറുപ്പക്കാരുടെ കുടുംബത്തിന് അവരുടെ നഷ്ടത്തിന് പകരം വയ്ക്കാൻ എന്തുതന്നെ കൊടുത്താലും കഴിയുകയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് മൂലമുണ്ടായ ആ കുടുംബത്തിന്റെ നഷ്ടത്തിന് ചെറിയൊരു ആശ്വാസമെങ്കിലും പകരാൻ കഴിയണമെങ്കിൽ ഇത്തരത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. ആ ചെറുപ്പക്കാരന് ചിലപ്പോൾ ഒരു പക്ഷെ രാഷ്ട്രീയം ഉണ്ടായിരുന്നിരിക്കാം. ആ ചെറുപ്പക്കാരൻ ചിലപ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളല്ലായിരിക്കാം. അദ്ദേഹമോ അദ്ദേഹത്തിന്റെ കുടുംബമോ ഞങ്ങളുടെ രാഷ്ട്രീയത്തോട് ചേർന്നതല്ലായിരിക്കാം. അതൊന്നും ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ പൊതുപ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് വിഷയമല്ല. ഞങ്ങളെ സംബന്ധിച്ച് ആ ചെറുപ്പക്കാരൻ ഈ നാടിന്റെ ആകെ നഷ്ടമാണ്. 38 വയസ്സ്. ഞാൻ താവൂർ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നേക്കാൾ മുമ്പ്, ഒരു 4 വർഷം മുമ്പ് പഠിച്ചു പോയയാളാണ് ലിജേഷ്. 38 വയസ്സ് എന്ന് പറയുന്ന ജീവിതത്തിന്റെ ഏറ്റവും തീക്ഷ്ണമായ, ഏറ്റവും വർണ്ണശബളമായ ഒരു സമയം. കുടുംബവും കൂട്ടുകാരും സമൂഹവും ഒക്കെ ഒരുപാട് പ്രതീക്ഷകളോടെയും ഒരുപാട് സ്വപ്നങ്ങളോടെയും നോക്കുന്ന ഒരു സമയം. ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കടമകളും നിറവേറ്റി തീർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ആ സമയമാണ് ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നത്. ഒന്ന് ആലോചിച്ചു, അദ്ദേഹത്തിന്റെ കുടുംബം, ഞാൻ മനസ്സിലാക്കുന്നത് ഭാര്യയും 2 കുട്ടികളാണുള്ളത്, അമ്മയും സഹോദരിയും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വലിയ സാമ്പത്തികമായി വലിയ നല്ല നിലയിലൊരു കുടുംബമല്ല, വളരെ സാധാരണക്കാര കുടുംബമാണ്. കൂലിവേല ചെയ്ത് കുടുംബം പുലർത്തുന്ന ചെറുപ്പക്കാരനായിരുന്നു ലിജേഷ്. അദ്ദേഹം ഈ അപകടത്തിൽ പെടുന്നത് അദ്ദേഹം തെറ്റുകൊണ്ടല്ല, ഇവിടെ ഉണ്ടായ തികഞ്ഞ നാസ്ഥയുടെ ഭാഗമായിട്ടാണ്. അതൊരു സാമൂഹ്യ കുറ്റകൃത്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലിജേഷിന്റെ മരണം അപകട മരണമല്ല, അത് തീർച്ചയായും കൊലപാതകമാണ്. അതിൽ മേരിമാത എന്ന കൺസ്ട്രക്ഷൻ കമ്പനിക്കും ഇവിടുത്തെ ജനപ്രതിനിധിയായ അങ്കമാലി MLAക്കും അതിൽ വ്യക്തമായ പങ്കുണ്ട്. അവരത് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. മൂക്കന്നൂർ പഞ്ചായത്തിന്റെ ഭാഗമായിട്ടുള്ള പൂതൻകുറ്റിയിൽ
ഇവിടെയുള്ള ഈ വാർഡിൽ ഒരു പഞ്ചായത്ത് റോഡ്, ഇവിടെ മൈക്കിൾ സഖാവ് ഇവിടുത്തെ പഞ്ചായത്ത് അംഗം, ഒരു റോഡ് പണിയണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെയുള്ള പൊതുമരാമത്ത് പ്രവൃത്തി നടത്തണമെങ്കിൽ അത് ആരാ ഏറ്റെടുക്കുക? അത് തീർച്ചയായിട്ടും മൂക്കിൻ്റെ ഒരു പഞ്ചായത്തിനെ നിയന്ത്രിക്കുന്ന അവിടുത്തെ ഭരണസമിതിയായിരിക്കും. അത് കോൺഗ്രസ് ആയിരിക്കാം, CPM ആയിരിക്കാം, BJP ആരുമായിക്കോട്ടെ. ആ പഞ്ചായത്ത് ഭരണം നിയന്ത്രിക്കുന്ന ഭരണസമിതിയാണ് ആ നാടിനകത്ത് അത്തരത്തിലുള്ള പ്രവർത്തനം ഏറ്റെടുക്കുന്നത്. ആ പ്രവർത്തനത്തിന് ഉത്തരവാദിത്തമാർക്കാണ്. ഒരു റോഡ് പണിയണമെങ്കിൽ, ഒരു കെട്ടിടം പണിയണമെങ്കിൽ അതിൽ കോൺട്രാക്ട് കൊടുക്കുന്നത് ആർക്ക് കോൺട്രാക്ട് കൊടുക്കണം, ആ കോൺട്രാക്ട് ടെൻഡർ വിളിക്കുന്നത് മുതൽ അത് തീരുമാനമെടുക്കുന്നത് മുതൽ അത് ടെൻഡർ വിളിച്ച് അത് കോൺട്രാക്ട് ഏൽപ്പിച്ച് അതോടുകൂടി ഉത്തരവാദിത്തം കഴിയുന്നില്ല. മൈക്കിളുടെ വാർഡിൽ ഒരു റോഡ് പണിയുന്നുണ്ടെങ്കിൽ ആ റോഡ് പണിയാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട കോൺട്രാക്ട് ഉണ്ടാവും, അതിന് പഞ്ചായത്തിൽ നിന്ന് നിയമിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ടാവും അത് മോണിറ്റർ ചെയ്യാനായിട്ട്. പക്ഷേ ആ പ്രവർത്തനം അവർ കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ? ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ചിലപ്പോൾ അവർ സാമ്പത്തികമായോ മറ്റു പല കാര്യങ്ങളിലോ വഴിപ്പെട്ടേക്കാം. കോൺട്രാക്ടുകാരനെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരു ലക്ഷ്യമുള്ളൂ, സാമ്പത്തികമായ ലക്ഷ്യമാണ്. ഒരു കോൺട്രാക്ടുകാരനും നാട് ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കും ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാവരും അടച്ച് ആക്ഷേപിക്കുന്നില്ല ഞാൻ പറഞ്ഞത്. അവർ തീർച്ചയായും ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും അവർ വളരെ കുറച്ചൊക്കെയാണ് വലിയ മത്സരമൊക്കെ നടത്തിയിട്ടുള്ള ലേലൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായും എങ്ങനെയെങ്കിലും അവരുടെ ലാഭം ഉണ്ടാക്കാനുള്ള ഒരു ത്വര അവരിലുണ്ടാവും. ആ അത്തരത്തിലുള്ള സ്വാഭാവികമായ അത്തരത്തിൽ ചില കുറവുകൾ ആ പ്രവർത്തനത്തിൽ ആ പൊതുമരാമത്ത് വർക്കിൽ നേടിച്ചേക്കാം. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് മെമ്പർ ആ നാട്ടിലെ ജനങ്ങൾ വിശ്വസിച്ച് ആ നാടിന്റെ ഉത്തരവാദിത്വം ഫലമേൽപ്പിച്ചിരിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തി ഏൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം അത് മോണിറ്റർ ചെയ്യും, അദ്ദേഹം ഉത്തരവാദിത്തോടു കൂടി അത് നിയന്ത്രിക്കുമെന്നുള്ളതുകൊണ്ടാണ്. ആ വിശ്വാസം തീർച്ചയായിട്ടും ഒരു പഞ്ചായത്തിൽ, ഒരു വാർഡിൽ ഒരു പ്രവർത്തനം നടക്കുന്നില്ല, അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ആ പഞ്ചായത്ത് പുറത്തുണ്ട്. അത് ജനങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നതാണ്. ആ ജനങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം അദ്ദേഹം ഭംഗിയെ നിറവേറ്റേണ്ടതുണ്ട്. ഇവിടെ എന്താ സ്ഥിതി? ഈ കരയാമ്പറമ്പ് മൂക്കിനൂർ 96 മുതലുള്ള ചരിത്രമാണ് കേട്ടോ. കരയാമ്പറമ്പ് മുതൽ ഇങ്ങോട്ട് റോഡിന്റെ വികസനത്തിന്റെ ചരിത്രം. ഇതിനു മുമ്പ് ജോസേറ്റയിൽ MLA ആയിരുന്ന സമയത്താണ് ഈ റോഡ് വീതി കൂട്ടി ആ പ്രോഗ്രാം നടത്തിയത്. നമുക്ക് എല്ലാവർക്കും അറിയാം. വാർത്തകളും വിശേഷങ്ങളുമായി ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് പണിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അങ്കമാലി MLA റോജി M. ജോണിന്റെ നയങ്ങൾ തെറ്റാണെന്ന് സഖാവ് PV മോഹനൻ പറഞ്ഞു. സഖാവ് KS മൈക്കിൾ, സഖാവ് CG ജിജു, സഖാവ് ഷാൽവിൻ വർഗീസ്, സഖാവ് എൽവിൻ സേവിയർ, ഡിൽജോ തേലപ്പള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു. അവിടെ വെച്ച് ചില പ്രഖ്യാപനങ്ങൾ MLA നടത്തി. അത് പ്രകാരമാണോ ഇവിടുത്തെ ഈ റോഡിന്റെ പണി ആരംഭിച്ചത്? അദ്ദേഹം പറഞ്ഞത് ആദ്യം റോഡിന് വീതി കൂട്ടും. എവിടെ വരെ? താബോർ പാറ SNDPയുടെ ഇപ്പുറത്തുള്ള യൂദാപ്പള്ളി വരെ. ഞങ്ങൾ പറഞ്ഞു പറ്റില്ല, അത് 300 പള്ളി ഏഴാറ്റുമുഖം വരെ നീ വീതി കൂട്ടണം. 300 പള്ളിയിൽ നിന്ന് ബ്ലാച്ചിപ്പാറ വരെ വീതി കൂട്ടണം. ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് KK ഷിബു തന്നെ ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, ഇത് ശരിയായ ഒരു രീതിയല്ല. ഇതിന്റെ റോഡ് പണി ആരംഭിക്കുന്നതിന് മുൻപ് മതിയായ വീതി എടുത്ത് അതിന്റെ ഭാഗമായി അതിൽ വരുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റിയിട്ട് പൈപ്പ് ലൈനുകൾ മാറ്റിയിട്ട് അങ്ങനെ ചെയ്യണം. റോഡിലെ കാനകൾ തീർക്കണം ആവശ്യമുള്ളയിടത്ത്. നിങ്ങളൊന്ന് പരിശോധിച്ച് അങ്ങനെയാണോ വർക്ക് നടന്നേക്കണേ? ഈ റോഡിന്റെ വാതായനം എന്ന് പറയുന്നത് കരയാമ്പറമ്പാണ്. അവിടെ ആ റോഡിന്റെ എന്തെങ്കിലും പണി നടത്തിയിട്ടുണ്ടോ? ഹൈവേയിൽ നിന്ന് കടക്കുന്ന പ്രദേശം, അതിന്റെ വാതിൽ, ആ വാതിലിന്റെ ഭാഗം എന്തേ ഇതുവരെ പൊളിക്കാതെ അവിടെ ഒഴിച്ചിട്ടിരിക്കുന്നു എന്ന് പറയട്ടെ. അങ്ങനെ പരിശോധിക്കുമ്പോ അവിടെ യാതൊന്നും ചെയ്തിട്ടില്ല. റോഡിന്റെ പണി ആരംഭിച്ചപ്പോ തന്നെ സൈഡിൽ കാന കിട്ടി. അവിടെയെല്ലാം അവിടെ വീട്ടിലേക്ക്, അവിടെയുള്ള റോഡിന്റെ സമീപത്തുള്ള വീടുകളിലേക്ക് പോകണമെങ്കിൽ ഗോവണി പിടിച്ച് വെച്ച് ഇറങ്ങേണ്ട സ്ഥിതിയിലേക്ക് അതിന്റെ കാനകൾ തീർത്തു. ഞങ്ങൾ ചോദിച്ചു, എന്താ ഇങ്ങനെ ചെയ്യണേ? റോഡ് പൊങ്ങി വരുമ്പോ അങ്ങനെ വരും. ഇപ്പോഴും അതിന്റെ സ്ഥിതി. റോഡ്
പൊങ്ങി വരുമ്പോ അങ്ങനെ പൊക്കാതെ നിർവാഹമില്ല. അവിടെയുള്ള വീട്ടുകാർ ഇപ്പൊ എങ്ങനെയാണ് വേണ്ട? ദേ കവലയിലുണ്ടല്ലോ, ദേ ആ ഫിലിപ്പോസേട്ടന്റെ പഴയ അല്ല മറ്റേ DMRCന്റെ അമ്മാരപ്പന്റെ വീട്ടിലേക്ക് ഇറങ്ങണമെങ്കിൽ എങ്ങനെ വേണം? അവിടെ റോഡ് വെക്കണ്ടേ? ശാസ്ത്രീയമായിട്ടല്ല റോഡ് പണി നടത്തിയത് എന്നുള്ളതിന് തെളിവാണ് കാര്യം പറഞ്ഞത്. ശാസ്ത്രീയമായിട്ടല്ല അതിന്റെ DPR തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് DPR തയ്യാറാക്കുമ്പോൾ ഞാനും മൈക്രോ ഒന്നും ജനപ്രതിനിധികളല്ല. കഴിഞ്ഞ കോൺഗ്രസിന്റെ മെമ്പർമാരായിരുന്നു ഇവിടെ എല്ലാം ഉണ്ടായത്. DPR തയ്യാറാക്കുമ്പോ MLA അടക്കമുള്ള ആളുകൾ പരിശോധിക്കണ്ടേ? എവിടെയെല്ലാം കാന വേണം, എവിടെയെല്ലാം റോഡ് ഉയർത്തണം, എവിടെയെല്ലാം പോസ്റ്റുകൾ മാറ്റണം, അങ്ങനെ മാറ്റേണ്ട സ്ഥലങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അതിനനുസൃതമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് അങ്ങനെ DPR തയ്യാറാക്കേണ്ടതിന് പകരം കാഴ്ചക്കാരായി നോക്കിയിരുന്നു. മാമ്പ്ര അന്നമനട ബസ് റൂട്ടിൽ സ്കൂൾ, ഹോസ്പിറ്റൽ സൗകര്യങ്ങളുള്ള ഏരിയയിൽ റിസോർട്ടിന് അനുയോജ്യമായ 70 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. 35 ജാതി, തെങ്ങ്, അടയ്ക്കാമരം, വാഴ എന്നിവയോട് കൂടിയ കരഭൂമി, മോട്ടോർ ഷെഡ്, കരണ്ട് എന്നീ സൗകര്യങ്ങളുള്ള സ്ഥലം സെന്റിന് 2 ലക്ഷം രൂപ. ബസ് റൂട്ടിൽ നിന്നും 30 മീറ്റർ അകലത്തിൽ സെക്കൻഡ് പ്ലോട്ട്. വിളിക്കേണ്ട നമ്പർ 7736964883. അന്നമനട പഞ്ചായത്തിൽ മാമ്പ്ര അന്നമനട ബസ് റൂട്ടിൽ സ്കൂൾ, ഹോസ്പിറ്റൽ സൗകര്യങ്ങളുള്ള ഏരിയയിൽ റിസോർട്ടിന് അനുയോജ്യമായ 70 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. 35 ജാതി, തെങ്ങ്, അടയ്ക്കാമരം, വാഴ എന്നിവയോട് കൂടിയ കരഭൂമി, മോട്ടോർ ഷെഡ്, കരണ്ട് എന്നീ സൗകര്യങ്ങളുള്ള സ്ഥലം സെന്റിന് 2 ലക്ഷം രൂപ. ബസ് റൂട്ടിൽ നിന്നും 30 മീറ്റർ അകലത്തിൽ സെക്കൻഡ് പ്ലോട്ട്. വിളിക്കേണ്ട നമ്പർ 7736964883. അന്നമനട പഞ്ചായത്തിൽ മാമ്പ്ര അന്നമനട ബസ് റൂട്ടിൽ സ്കൂൾ, ഹോസ്പിറ്റൽ സൗകര്യങ്ങളുള്ള ഏരിയയിൽ റിസോർട്ടിന് അനുയോജ്യമായ 70 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. 35 ജാതി, തെങ്ങ്, അടയ്ക്കാമരം, വാഴ എന്നിവയോട് കൂടിയ കരഭൂമി, മോട്ടോർ ഷെഡ്, കരണ്ട് എന്നീ സൗകര്യങ്ങളുള്ള സ്ഥലം സെന്റിന് 2 ലക്ഷം രൂപ. ബസ് റൂട്ടിൽ നിന്നും 30 മീറ്റർ അകലത്തിൽ സെക്കൻഡ് പ്ലോട്ട്. വിളിക്കേണ്ട നമ്പർ 7736964883. ഇൻസൈറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം എന്നീ ചാനലുകളിൽ പരസ്യങ്ങൾക്ക് വേണ്ടി വിളിക്കേണ്ട നമ്പർ 7736964883 9072046846. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.